ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 മലയാളം ഏതാണ്ട് അടുത്ത മാസം ജനുവരി 1 അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. അടുത്ത മാസം ഫെബ്രുവരി അവസാനത്തോടു കൂടി ഒരു പാതിക്ക് ശേഷം ആരംഭിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വിശദമായ വീഡിയോസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പറഞ്ഞ പ്രധാനമായിട്ടും ആറാട്ടെണ്ണനും തൊപ്പിയും ഏതാണ്ട് ബിഗ് ബോസ് സീസൺ 6 സെലക്ട് ആവുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. ആറാട്ടനും തൊപ്പിയും പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത്. കാരണം രണ്ടുപേർക്കും അത്യാവശ്യം വോട്ട് ബേസ് ഉണ്ട്. ആറാട്ടനെ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ വന്ന ആളാണെങ്കിലും തൊപ്പിയും അത്യാവശ്യം, തൊപ്പിക്ക് ഫാൻസ് ഉണ്ടെങ്കിലും പൊതുസമൂഹം തൊപ്പിയെ അറിഞ്ഞത് അല്ലെങ്കിൽ തൊപ്പി ചർച്ചയാവുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയാണ്. അപ്പോൾ ആറാട്ടൻ്റെ തോലിലൂടെ ആണെങ്കിലും അത് നെഗറ്റീവ് പബ്ലിസിറ്റി ആയിരുന്നു. തൊപ്പിയെ സംബന്ധിച്ച് തൊപ്പിയും ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഹിറ്റായി. ഇവർ രണ്ടുപേരും ആറാട്ടൻ്റെ വിഷയം നിങ്ങൾക്ക് അറിയാലോ. പുള്ളിക്കാരൻ വെറുതെ ഒരു കാര്യമില്ലാതെ ചുമ്മാ ഫേസ്ബുക്കിൽ വീഡിയോ തുണയിരിക്കുന്ന ഒരാളാണ്. അതും ഇങ്ങനെ ഇങ്ങനെ വിളിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന ആളാണ്. പുള്ളി ഫേസ്ബുക്കിൽ കൂടുതലായിട്ട് വീഡിയോ ചെയ്യാനുള്ള കാരണം റവന്യൂ തന്നെയാണ്. അത് പുള്ളി പലരോട് സംസാരിക്കുന്ന സമയത്ത് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്ന നെഗറ്റീവുകൾ കേൾക്കാൻ ആളുകൾ ഇരിക്കുന്നത്. അതുകൊണ്ട് പുള്ളി ചുമ്മാ അങ്ങ് നെഗറ്റീവ് ഒക്കെ വാല്യൂ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് അവരെ ഇഷ്ടമായിരുന്നു. ലാസ്റ്റ് ഞാൻ കണ്ടത് മഞ്ജു വാര്യരെ ഇഷ്ടമാണെന്ന് പറഞ്ഞൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടന്റ്, പുള്ളി ബിഗ് ബോസിൽ വന്നാൽ കണ്ടന്റിന്റെ കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവത്തില്ല. കാരണം ഡെയിലി കണ്ടന്റ് കിട്ടും, ഡെയിലി കണ്ടന്റ്. തൊപ്പിയുടെ കാര്യം സെയിം ആണ്. തൊപ്പിയെ പേഴ്സണലി അറിയാവുന്ന എല്ലാവർക്കും തൊപ്പിയെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അപ്പോൾ തൊപ്പി പേഴ്സണലി അറിയാവുന്ന പല ആളുകളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയ സമയത്ത് അവരൊക്കെ വളരെ നല്ല അഭിപ്രായമാണ്. അതുപോലെ തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം പുറത്തുണ്ട്. തൊപ്പിയുടെ വീഡിയോ കൃത്യമായിട്ട് കാണണം, അല്ലെങ്കിൽ തൊപ്പി ഇതൊരു നിഷ്കളങ്കമായിട്ട് സംസാരിക്കുന്ന ആളുണ്ട്. ഇതിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുണ്ട്. തൊപ്പി ഒരു ബിഗ് ബോസ് എന്താ പറയുക മത്സരാർത്ഥി ആവാൻ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ്. ആറാട്ടണ്ണൻ ഒന്നിൻ്റെ ഒരു മെറ്റീരിയലും അല്ല, അതാണ് സത്യം. പക്ഷെ പുള്ളിക്കാരൻ അവിടെ കളിച്ച് കയറി സിമ്പതി പിടിച്ച് പറ്റി നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം പൊതുസമൂഹത്തിന് വലിയ ഉപദ്രവമില്ലാത്തതുകൊണ്ട് പുള്ളി അവിടെ നിർത്താൻ വേണ്ടി പൊതുസമൂഹം ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ കണ്ടന്റ് ഇല്ല, ഉറങ്ങിക്കിടക്കും, അതൊന്നുമില്ല. ഈ രണ്ടുപേരും ഉണ്ടായാൽ മാത്രം മതി കണ്ടന്റുകളുടെ ബഹളമാണ്. പിന്നെ മൂന്നാമതൊരാൾ ഷാലു പിയാടാണ്. ഷാലു പിയാട് അറിയാമല്ലോ. ഷാലു പിയാട് ഇന്റർവ്യൂവിലൊക്കെ വന്നിട്ട് വളരെ ഇതായതാണ്. ഇന്റർവ്യൂ പുള്ളി ഡോക്ടർ ബോബിനുമായിട്ടുള്ള ഇഷ്യൂ. അപ്പോൾ അത് പുള്ളിക്കാരൻ്റെ അതിൽ നിന്ന് തന്നെ പുള്ളിക്ക് സംസാരിക്കാൻ അറിയാമെന്നും പുള്ളി ഏതൊക്കെ രീതി സംസാരിക്കുമെന്നും ഏതാണ്ട് അറ്റം വരെ പറഞ്ഞു പോകുന്നതൊക്കെ നമ്മൾ ഇന്റർവ്യൂസിൽ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ള ആളാണ് സായി കൃഷ്ണ, സീക്രട്ട് ഏജന്റ്. പുള്ളിയും സംസാരിക്കാൻ അറിയാവുന്ന ആളാണ്, വളരെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. ഈ പുള്ളിയുടെ നല്ല സുഹൃത്തുക്കളാണ് ആറാട്ടനും തൊപ്പിയൊക്കെ. ഇവര് തമ്മിലുള്ള അകത്ത് നമ്മളെ പറയുമായിരിക്കുമല്ലോ, ഇത് മത്സരമാണ്, ഫ്രണ്ട്ഷിപ്പ് പുറത്താണ്, കോൺട്രവേഴ്സീസ് ഉണ്ടാക്കും, കണ്ടന്റ് ഉണ്ടാക്കും, പിടിച്ചു വയ്ക്കും. അപ്പോൾ ഈ 4 പേര് ഓൾമോസ്റ്റ് ഏതാണ്ട് വരുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് റിപ്പോർട്ട് വരുന്നത്. ഏഷ്യാനെറ്റ് ഷോർട്ട് ലിസ്റ്റിലൊക്കെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവസാന നിമിഷം ഇപ്പോൾ എന്താ സൂമിൻ്റെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. സൂമിൻ്റെ ഇന്റർവ്യൂവിൽ വിളിക്കാത്ത ആളുകളുണ്ട്. ഇവരെ ചിലപ്പോൾ അവസാന നിമിഷം വിളിച്ച് കയറ്റും. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ആരെങ്കിലുമായിട്ട് സോഷ്യൽ മീഡിയ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒരു അടി ഉണ്ടാക്കി എന്നെ വിളിച്ച് കയറ്റും. കാരണം അന്നേരത്തെ ഫെയിം അവിടെ യൂസ് ചെയ്ത് അവർക്ക് കാഴ്ചക്കാരെ കൊണ്ടുവരാന്നുള്ളതാണ് അവരുടെ രീതി. അത് അവർ ചെയ്യും, നടക്കട്ടെ. അപ്പം എന്തായാലും മെയിൻ ഫോക്കസ് ഈ 4 പേരിലായിരിക്കും. ഈ 4 പേരിലൂടെ വന്നു കഴിഞ്ഞാൽ മെയിൻ ഫോക്കസ് ഈ 4 പേരിലായിരിക്കും. ഈ 4 പേരും തമ്മിലായിരിക്കും മത്സരം, കട്ട മത്സരം ഈ 4 പേരിൽ തമ്മിലായിരിക്കും. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കും, ബഹളം വയ്ക്കും, എല്ലാം ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഒരുമിച്ച് മിണ്ട് ഒക്കെ ചെയ്യും. അപ്പോൾ ഇതിൽ ഒട്ടും യോജിക്കാൻ പറ്റാതെ പഴയ പോകുന്ന ഒരാൾ ആറാട്ടനായിരിക്കും. ആറാട്ടൻ്റെ സെന്റിമെന്റ് ട്രാക്ക് പിടിക്കാനുള്ള സമൂഹം നന്നായിട്ട് നടക്കും. ഇപ്പോൾ സെന്റിമെന്റ് ട്രാക്കിന് വേണ്ടി അദ്ദേഹം നന്നായിട്ട് മെനക്കെടുന്നുണ്ട്. സെന്റിമെന്റ്സ് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്, അല്ലാതെ നോക്കുന്നുണ്ട്. ഇതിലെ ഭയങ്കര രസം ഇത് സംസാരിക്കുന്ന സമയത്തെ അലൻ ജോസ് പെരേര എന്ന് പറഞ്ഞിട്ടൊരു പുള്ളി ഉണ്ടല്ലോ, ചുമ്മാ ഡാൻസ് കളിച്ച് റിവ്യൂ പറയുന്നത്. പുള്ളി തന്നെ വിളിക്കുന്ന പ്രസംഗം കണ്ടെന്താ, പുള്ളിയുടെ വീഡിയോ ഒക്കെ കാണണം. ഇടയ്ക്കിടയ്ക്ക് സജഷൻസ് വരും, അത് നല്ല രസമാണ്. ചുമ്മാ സെൽഫ് പ്രൊമോട്ടിങ് ആണ്, സെൽഫ് ബൂസ്റ്റിംഗ് ആണ്. ഇപ്പോൾ വിജയുടെ ഗോട്ട് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങി. വിജയ് ഗോട്ടെന്നാരും വിളിക്കാത്തത് കൊണ്ട് സ്വയം ഗോട്ടെന്ന് വിളിക്കുന്നതായിട്ട് തോളുകളെ കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ അലൻ ജോസ് പെരേര സെൽഫ് ബൂസ്റ്റിങ്, സെൽഫ് പ്രൊമോഷൻ, സ്വന്തമായിട്ട് കാര്യം പറയുന്നത്. ആ പുള്ളിക്കാരനും ആറാട്ടനും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇയാൾ വളരെ നിന്നപ്പോൾ ഒരാൾക്ക് അസൂയായി. ഇയാൾ അത് പറയുന്നു, അവരെ മേടിയാവുന്നു, കെട്ടിപ്പിടിച്ച് നിന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ആറാട്ടൻ്റെ ഇയാൾക്ക് എൻ്റെ വീഡിയോ ഇടും. അത് രസം.
അലൻ ജോസ് പെരേരെ ഈ 4 പേരുടെ ഇടയിലൂടെ കൊണ്ടുവരണം. കംപ്ലീറ്റ് കുത്തിത്തിരിപ്പുണ്ടാക്കി അടിയുണ്ടാക്കി ബഹളമാക്കും. 5 പേരൂടെ വന്നാൽ സീസൺ ബോറായിരിക്കത്തില്ല. നമുക്ക് എപ്പോഴും അടിയും ബഹളവും എല്ലാം കാണാം. നല്ല മത്സരം കാണാൻ കണ്ടന്റ് ഉണ്ടാകും.